ഇന്ന് ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ചാറ്റ് ജിപിടിയോടും ജെമിനിയോടും ചോദിച്ച ഒരു ചോദ്യം. ആ ചോദ്യം ഞാനിപ്പോൾ ജെമിനിയോട് ഒന്ന് ചോദിച്ച് നിങ്ങളെ കേൾപ്പിച്ചു. Even AI is not helping you. Even AI is not helping you. What's your name? What's your name? You don't know my name. No, I don't know. What's his name? What's his name? Once I upload, you can watch. I told you this. Arif. ഈ വീഡിയോ കേവലം റിയാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. എന്താണ് ഇന്നലെ ആരിഫ് ഹുസൈന് സംഭവിച്ചത് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കേവലം ചിരിച്ചു തള്ളേണ്ട ഒരു വീഡിയോ അല്ല. ഏകദേശം 50 മിനിറ്റോളമുള്ള ഈ വീഡിയോ ഏകദേശം മലയാളികളൊക്കെ ഇന്നലെയും ഇന്നുമായിട്ടത് കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ വേൾഡ് വൈഡിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ കൂടിയാണ്. ഇവിടെ നാട്ടിൽ സ്റ്റുഡിയോ റൂമിൽ ഇരുന്നു കൊണ്ട് വിവരമില്ലാത്ത ജനങ്ങളെ കോൾ ചെയ്ത് അതിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം ടെലികാസ്റ്റ് ചെയ്ത് അത് പുറത്ത് വിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുക, ഒരുപാട് തെറികളും അസഭ്യങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പറയുക, ഇതൊക്കെയാണ് ഇവൻ്റെ ഏർപ്പാട്. വിവരമുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ അത് ലണ്ടനിൽ തന്നെ ആവണമെന്നില്ല, കേരളത്തിലെ ഒരു തെരുവിൽ വിവരമുള്ള ആളുകളുടെ മുന്നിലേക്ക് ചെന്നുപെട്ടാൽ ഏതൊരു യുക്തിവാദിയുടെയും അവസ്ഥ ഇതായിരിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇത്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഈ 50 മിനിറ്റും മുഴുവനായിട്ട് കേൾക്കണം. ആദിനാൻ ഹുസൈൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ഒരു വാക്കും പുറത്തല്ല, മുഴുവൻ ഇവൻ്റെ അണ്ണാക്കിലേക്കാണ്, ഇവനെ പോലെയുള്ള യുക്തിവാദികളുടെ അണ്ണാക്കിലേക്കാണ് ഓരോ വാക്കുകളും. കാരണം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഊഴത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാദം സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ ഉന്നയിച്ച ഈ സഭ്യമല്ലാത്ത അശ്ലീലകരമായിരിക്കുന്ന ഈ വാദം ഇത് തികച്ചും തെറ്റാണെന്നും ഇവൻ്റെ മണ്ടത്തരമാണെന്നും കൃത്യമായിട്ട് അദ്ദേഹം അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ 50 മിനിറ്റ് നിങ്ങൾ ഇന്ന് കാണേണ്ട, അല്ലെങ്കിൽ ഈ മാസം കാണേണ്ട, അല്ലെങ്കിൽ ഈ കൊല്ലം തന്നെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകളിൽ ഒന്നാണത്. നമ്മളിവിടെ നോക്കുന്നത് ഇവനക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ്. വളരെ കോൺഫിഡൻറ്റോടു കൂടെ ഒരു കാര്യം പറഞ്ഞിട്ട്, ഒരു സ്ട്രെയിറ്റിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവന് തെളിവ് തപ്പിയപ്പോൾ ഇവനക്കത് കിട്ടിയില്ല എന്നാണ്. ശരിക്കും ഇവൻ 10, 15, 20 മിനിറ്റോളം ഇത് തപ്പുന്നുണ്ട്. പക്ഷെ തപ്പിക്കഴിഞ്ഞിട്ട് അവസാനത്തിൽ ഇവൻ പറയുന്നുണ്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഇടയിൽ നിൽക്കുന്നൊരു മീഡിയേറ്റർ പോലെ സംസാരിക്കുന്ന ആൾ പറയുന്നുണ്ട് അവനക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതവൻ പറയട്ടെ എന്ന് പറയുമ്പോൾ ഇവനൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, കിട്ടിയത് മലയാളത്തിലുള്ളതാണ്, അതിൻ്റെ ഇംഗ്ലീഷാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, മലയാളത്തിലുള്ള കുറേ ക്യാപ്സൂളുകൾ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് യഥാർത്ഥ സോഴ്സിൽ പോയി നോക്കുമ്പോൾ ഇതിന് യാതൊരു തെളിവോ പിൻബലമോ ഇല്ല. ഇവർക്ക് മലയാളം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷെങ്കിലും കാണിച്ചു കൊടുക്കണം. യഥാർത്ഥ സോഴ്സ് ഖുർആനിൻ്റെ ആയത്ത് ഓതി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പരിഭാഷ ഇംഗ്ലീഷെങ്കിലും കാണിച്ചു കൊടുക്കണം. അത് തപ്പിയപ്പോഴാണ് യഥാർത്ഥത്തിൽ താൻ ഇത്രകാലം വിശ്വസിച്ചിരുന്ന ഈ മണ്ടത്തരത്തിൻ്റെ യാഥാർത്ഥ്യം ആരിഫ് ഹുസൈന് പോലും തിരിയുന്നത്. കാരണം 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവൻ പറയുന്നത് എന്ത്, നെറ്റില്ലാന്ന്. ഒരൊറ്റ അറ്റംപ്റ്റിൽ തന്നെ നെറ്റുണ്ടോ ഇല്ല എന്നറിയാൻ കഴിയില്ലേ? 10-20 മിനിറ്റ് അതിന് ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? നുണ പറയാണ്. നുണ പറഞ്ഞ് അവിടെ കുടുങ്ങി. ഇതുപോലെ ഇവൻ ഉയർത്തുന്ന ഓരോ വാദങ്ങളും, പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ ഉയർത്തുന്ന ഓരോ വാദങ്ങൾ, ഇവൻ മാത്രമല്ല ഇവനെപ്പോലുള്ള എല്ലാ യുക്തിവാദികളും ഉയർത്തുന്ന എല്ലാ വാദങ്ങളും ഇതുപോലെ പൊള്ളയാണെന്ന് ഇന്നലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. നോക്കൂ, ഇന്ന് ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ഇന്ന് ചാറ്റ് ജിപിടിയോടും ജെമിനിയോടും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ചാറ്റ് ജിപിടിയോടും ജെമിനിയോടും ചോദിച്ച ഒരു ചോദ്യം. ആ ചോദ്യം ഞാനിപ്പോൾ ജെമിനിയോട് ഒന്ന് ചോദിച്ച് നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഹലോ ജെമിനി, വിശുദ്ധ ഖുർആനിൽ, അതായത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥമായ ഖുർആനിൽ സ്വന്തം പിതാവിന് മകളെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന ഒരു ആയത്തുണ്ടോ? ഇല്ല, വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല. മറിച്ച് പിതാവിന് മകളെ വിവാഹം കഴിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ്.
കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ് എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ? അതെ, വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായമായ സൂറത്ത് അൻ-നിസയിലെ 23-ാം ആയത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ലാത്ത സ്ത്രീകളുടെ പട്ടികയിൽ നിങ്ങളുടെ പുത്രിമാർ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം മകളെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്. ഇനി എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും ഉണ്ടോ? സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്നതിന് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ? ഇല്ല, വിശുദ്ധ ഖുർആനിൽ അത്തരം ഒരു സൂചനയുമില്ല. സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്നതിനെ കുറിച്ച് യാതൊരു സൂചനയോ സാധ്യതയോ ഇല്ല. ഈ നിയമം പൂർണ്ണമായും വ്യക്തവും കർശനവുമാണ്. അല്ല, ഞങ്ങളൊരു നേതാവ് ലണ്ടനിൽ പോയിട്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു, തെളിവ് ഉണ്ട് എന്ന് പറഞ്ഞു കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ പറ്റുമോ? ഞാൻ അത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു തെളിവോ സൂചനയോ ഇല്ലെന്നും ആ പ്രവൃത്തി കർശനമായി നിരോധിച്ചതാണെന്നും ഞാൻ മുൻപ് വ്യക്തമാക്കിയതാണ്. തെറ്റായ വിവരങ്ങളോ വ്യാജരേഖകളോ സൃഷ്ടിക്കാൻ ഒരു കൃത്രിമ ബുദ്ധിക്കും സാധിക്കില്ല. ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയും കൂടിയാണ്.